കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇന്ദിരാ ക്യാൻറ്റീനിൽ പോയായിരുന്നേ. വേറൊന്നുമല്ല, കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞായറാഴ്ച. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഇങ്ങനെ പുറത്തുനിന്ന് ഇവിടെ നിന്ന് കഴിച്ച് നോക്കാം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ജോയ്സിന് ഞാൻ കഞ്ഞിയും വാങ്ങി, ഇവുവിന് ബിരിയാണിയും, എനിക്ക് പൊതിച്ചോറ് ജോയ്സിന് വാങ്ങാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മീനൊക്കെ വന്നേല്ലേ. അതിൻ്റെ ഉള്ളിൽ നല്ല ആളുണ്ടായിരുന്നു, കുറച്ച് സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ, നല്ല ആളുണ്ടായി, പുറത്തും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റും ഉണ്ട്, ഇവുവിന് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് എന്നിട്ട് ജോയ്സൻ കഞ്ഞി അവിടെ വെച്ച് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് ഇവുവിന് ബിരിയാണി ഒന്ന് തുറന്നു കൊടുത്തിട്ട് കൈമരിയിലെ ആ അരിയുടെ ബിരിയാണി ആയിരുന്നു കേട്ടോ. 2 വലിയ പീസ് ചിക്കനും ഉണ്ടായിരുന്നു കേട്ടോ. അത്ര ഉണ്ടായിരുന്നു കേട്ടോ. ഇവുവിന് കൂടുതലായിരുന്നു, ഞാനൊത്തിരി കഴിച്ചായിരുന്നു. ഇതേ പൊതിച്ചോറിൽ മുട്ട വറുത്തത്, മീൻ വറുത്തതും ഉണ്ട്, മീൻ കറി കവറിലാക്കി തന്നിട്ടുണ്ട്, പിന്നെ പച്ചമോരും ഉണ്ട്, മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. മുട്ടയുള്ള ബിരിയാണി എന്ന് പറയില്ലേ, നമ്മൾ മുട്ട പുഴുങ്ങിയതും കൂടി വെക്കണത്. കഞ്ഞിക്ക് 30, സ്പെഷ്യൽ കഞ്ഞിക്ക് വില കൂടിയതാണ്. പിന്നെ ബിരിയാണിക്ക് 120 30 എന്താണ്ടാണ്, പൊതിച്ചോറിന് 100 ഉള്ളു. മുട്ട പുഴുങ്ങിയിട്ട് കുരുമുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ. 2 തരം ഒലത്തും ഉണ്ടായിരുന്നു, ഒരു ചെമ്മീൻ പൊടിയും അച്ചാറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ.